ആനയെ പൂർണ്ണതോതിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു? തീർച്ചയായും ആന ഇപ്പോൾ ബന്ധോസാണ്. ആനയെ ഗിരീഷ് ഡോക്ടർ വന്ന് മയക്കുവെടി വെച്ചു. അതിനുശേഷം എലിഫൻറ്റ് സ്ക്വാഡും ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് ആനയെ ആ മരത്തിൽ പിടിച്ച് കൊളുത്തി. ഇപ്പം ആന നിയന്ത്രണാതീതമാണ്. ഇനി ഏകദേശം ഒരു 2 മണിയോടുകൂടി മറുമരുന്ന് കൊടുത്ത് ആനയെ ലോറിയിൽ കയറ്റി കെട്ടുന്നടിയിലേക്ക് കൊണ്ടുപോകും. ആന ഇത്തരത്തിൽ മുമ്പ് അക്രമാസക്തനായ ചരിത്രമുണ്ടോ? നിലവിൽ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു അറിവ് ഇല്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു ആനയാണ്. മൊത്തത്തിൽ ഒരുപാട് പൂരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നതാണ്. നിലവിൽ ശാന്ത സ്വഭാവമാണ് ആന. ആനയെ തൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ എത്തിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവില്ല. ഏതായാലും ആനയെ തൊഴിക്കാൻ വേണ്ടിയായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഏതായാലും ആന നിലവിൽ ശാന്തനാണ്. പൂർണ്ണതോതിൽ തളയ്ക്കാൻ സാധിച്ചു എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പൈപ്പിലൂടെ വലിയ തോതിൽ ആനയ്ക്ക് മേൽ വെള്ളം തെളിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ആന നിൽപ്പിൽ നിൽക്കുകയാണ്. ആനയെ കൂടുതൽ വെള്ളമൊഴിച്ച് ആനയുടെ ശരീരം തണുപ്പിച്ച് കൂടുതൽ ശാന്തനാക്കാനുള്ള ശ്രമം ഇപ്പോൾ RRT സംഘാംഗങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും ഇവിടെ ജനം കൂടി നിൽപ്പുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ട കാഴ്ച ഒരിക്കൽ കൂടി നമുക്ക് പറയാതെ വയ്യ. ഈ പ്രദേശത്ത് നമ്മൾ എത്തുമ്പോൾ ആന വലിയ തോതിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇവിടെ വലിയ തോതിൽ വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കാറ് അടക്കം വലിയ മീറ്ററുകൾ അപ്പുറത്തേക്ക് ആന തള്ളിമാറ്റുന്ന മറിച്ചിടുന്ന ദൃശ്യമാണ് നമ്മൾ ഇവിടെ എത്തിയ ഉടൻ കണ്ടത്. പിന്നീട് അങ്കമാലി കിടങ്ങൂരിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ആന വിരണ്ടോടി. അതിനിടെയാണ് ഒരാൾ ചവിട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. ചവിട്ടേറ്റ പാപ്പാൻ പ്രദീപ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആനയെ തളച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് മുഹമ്മദ് സ്വാലിഹ് നൽകിയത്.